ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബോക്സ് ഫുട്ബോൾ. അപ്പോൾ ആദ്യത്തെ കാര്യം കാരിക്കിൻ്റെ ഇപ്പം ഇന്നലത്തെ കളിയെപ്പറ്റി ഒന്നും പറയേണ്ട, ഓൾറെഡി ലേറ്റാണ് വീഡിയോ. കളിയെപ്പറ്റി അധികം ഒന്നും പറയേണ്ട ആവശ്യമില്ല. വൻ ബോറ് കളിയായിരുന്നു. എനിക്കൊന്ന് കാരിക്ക് വന്നതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഐ വാസ് ക്യാരിഡ് അവേ. അതായത് ചുറ്റും നടക്കുന്ന കാര്യങ്ങളോട് എൻ്റെ ശ്രദ്ധകൾ പോയിക്കൊണ്ടിരുന്നു. യൂഷ്വലി ഞാൻ കളിയെ കാണുമ്പം ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കും, കളിയുടെ ഉള്ളിലൊക്കെ ആയിരിക്കും. പക്ഷേ ഞാൻ ഭയങ്കര മോശം ഒരു കളി. പക്ഷേ അതിൽ എനിക്ക് മെയിൻലി ഇതിലോട് സ്ട്രൈറ്റ് ടു ദ പോയിന്റ് വരാം. ഫസ്റ്റ് തിങ്, ഇയാളാണ് അടുത്ത സീസൺ എന്ന് ആർക്കും അറിയില്ല, അയാൾക്ക് പോലും അറിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നിട്ടും അതായത് കെസമീറോയ്ക്ക് ഇഞ്ചുറി ആണെന്ന് പറയുന്നു, ഉഗാർത്തേക്ക് ഇഞ്ചുറി ആണെന്ന് പറയുന്നു, അത് നമുക്കറിയില്ല. എന്നിട്ട് ഹി വാസ് റെഡി ടു ഗീവ് ചാൻസസ് ടു സിർക്സി ആൻഡ് ഓൾ. അതായത് ആദ്യം എംബൂമോ അഹമ്മദ് കുഞ്ഞി, അതായത് അയാൾക്ക് ഞാൻ അതൊരു നല്ല ക്വാളിറ്റി ആയിട്ടാണ് കാണുന്നത്. അയാൾക്ക് ജോബ് കിട്ടാൻ വേണ്ടി മാത്രമാണ് നിൽക്കുന്നതെങ്കിൽ അയാൾ ഹി വിൽ ട്രൈ ടു ഗ്രൈൻഡ് റിസൾട്ട്സ് ഇൻ ദ ലാസ്റ്റ് 3 games ഓൾസോ. ടോപ്പിൽ തന്നെ ഫിനിഷ് ചെയ്യാൻ തന്നെ നോക്കും. അയാൾക്ക് ആ ഒരു ഫ്രണ്ട് റണ്ണർ ഓഫ് ദാറ്റ് ജോബ് എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ മാക്സിമം പോയിന്റ്സ് എടുക്കണമല്ലോ. എന്നിട്ട് അയാൾ സിർക്സി പോലെ ഉള്ളൊരു പ്ലെയറിന്, ഭയങ്കര റസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലെയറിന് സ്റ്റാർട്ട് കൊടുക്കുന്നു. പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് മൗണ്ടിനെ സ്റ്റാർട്ട് ചെയ്തെന്നാണ് നമ്മൾ വിചാരിക്കാൻ. ലിച്ച കംസ് ബാക്ക് ടു ദ ടീം. ഇൻഫാക്ട് ഐ വാസ് ഫീലിംഗ് ലിച്ചയ്ക്ക് എന്താ ചെയ്യുന്നത്, അത് റെഡ് കിട്ടേണ്ട ഒരു സാധനമായിരുന്നു. ഒരു തന്നെ മുഖത്തടിച്ചത്, അത് അവസാനം ബ്രൂണോയുടെ മുഖത്ത് ഒരു അടിച്ചെന്ന് പറഞ്ഞാൽ പോലും മറ്റേതൊക്കെ 60th മിനിറ്റിലെങ്ങാണ്ടാണ് അത് ചെയ്തത്. ഹി വാസ് സെൻഡ് ഓഫ് ഫോർ ദ സെയിം റീസൺ, കൈൻഡ് ഓഫ് സിമിലർ റീസൺ ഫോർ അഗെയിൻസ്റ്റ് കാൽവേർട്ട് ലൂയിൻ. അപ്പോൾ ലിച്ചയ്ക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉള്ളവർ എന്തിനാ മുഖത്തൊക്കെ അടിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ കളിയുടെ ഇടയിൽ എന്തിനാണ് വാറൊക്കെ ഉള്ള സമയങ്ങളിലൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഐ തിങ്ക് ഹീസ് ഗെറ്റിംഗ്, എന്താ പറയുക, അയാളുടെ പൊക്കത്തിനെ പറ്റിയുള്ള കുറച്ച് എനിക്ക് തോന്നുന്നു ഈഗോയും എല്ലാം കൂടെയാണ് ഈ അഗ്രഷൻ്റെ കാര്യം തോന്നുന്നത്. അല്ലാതെ വേറെ ഒന്നും ഞാൻ കാണുന്നില്ല. വെരി വെരി ഇമ്മച്ചുവർ അബൌട്ട് ലിസാൻഡ്രോ മാർട്ടിനസ് ഇന്നലെയൊക്കെ. എനിക്ക് തോന്നുന്നു ഈഡൻ ഹെവനെ തന്നെ കളിപ്പിച്ചാൽ മതിയായിരുന്നു. പിന്നെ മസുറായിക്ക് ചാൻസ് കൊടുക്കുന്നു. മസുറായി മറ്റേ ഡാലോട്ടിൻ്റെ വമ്പൻ അപ്ഗ്രേഡ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. സ്പീഡ് കുറവാണ് ഒരുപാട്. ഇപ്പം എനിക്കിപ്പോൾ ഇരുന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ കളിച്ച എല്ലാവരോടും എനിക്ക് ദേഷ്യം. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കളിക്കാൻ റീസൺസ് ഇല്ല. അതെന്ന് പറയുന്നത് മോശമായിട്ടാണ് ആണെങ്കിൽ പോലും അതൊരു സൈക്കോളജിയാണ്. നമ്മൾ ഓൾറെഡി UCL എന്ന് പറയുന്ന സാധനം അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും കാണാനിരിക്കുന്നത് ബ്രൂണോയുടെ റെക്കോർഡ് പൊട്ടിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ബ്രൂണോയ്ക്ക് റെക്കോർഡ് പൊട്ടിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അത് മാത്രം നോക്കിയിരിക്കുന്ന ഫാൻസിന് ഇന്നലെ ഭയങ്കര ഫ്രസ്ട്രേഷനാണ്. മാത്രമല്ല കളി നന്നായിട്ട് കാണണം. ഭാഗ്യത്തിന് ഇത് രാത്രിയിലത്തെ കളിയൊന്നും ആയിരുന്നില്ല. കളി നന്നായിട്ട് കളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സണ്ടർലാൻഡ് ഡിസേർവ് ടു വിൻ. അതങ്ങനെ തന്നെയാണ്. എത്ര ചാൻസ് ആയിരുന്നു. സാദിഖിക്കൊക്കെ ഫസ്റ്റ് സ്റ്റാൻഡ് ഔട്ട് ചെയ്തിരുന്ന ഒറ്റ പ്ലെയർ എന്ന് പറയുന്നത് ലാമൻസ് ആണ്. ആൻഡ് വാട്ട് എ സൈനിങ് ഹീസ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സീസണിലെ ഏറ്റവും നമ്മുടെ ബെസ്റ്റ് സൈനിങ് ലാമൻസ് വന്നതോടുകൂടി നമ്മുടെ ഡിഫൻസീവ് ലൈനിലുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമില്ല. പിന്നെ കോബി മൈനുവിലൂടെയാണ് നമ്മൾ ബിൽഡപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അന്ന് ലാമൻസ് മിസ്പാസ് ചെയ്തതും എല്ലാം കോബി മൈനുവിനാണ്. അതായത് കോബി മൈനു ഡീപ്പിലോട്ട് ഇറങ്ങി വന്നിട്ട് കോബി മൈനു ആണ് റിസീവ് ചെയ്യുന്നത് കീപ്പർ ചെയ്യുന്ന ബോൾ. സോ ഐ തിങ്ക് വി ആർ റീബിൽഡിങ് അറൗണ്ട് കോബി മൈനു ഇൻ ദ മിഡ്ഫീൽഡ്. അത് ക്ലിയർ ആയിട്ട് കാണിച്ചു തന്നൊരു കളിയാണ്. അതായത് കസമീറോ എന്ന് പറയുന്ന പ്ലെയർ, അല്ലെങ്കിൽ അതേ പ്രൊഫൈലുള്ള ഒരു പ്ലെയറിൻ്റെ വെരി മച്ച് ഇമ്പോർട്ടൻസ് കാണിച്ചു തന്നാൽ അത് കാര്യക്ക് കൃത്യമായിട്ട് കാണിച്ചു തന്നിരിക്കുകയാണ്. അത് എന്ന് പറയുന്നത് സൂയിസൈഡിലാണ് അങ്ങനെ ഒരു പ്ലെയർ ഇല്ലാതെ പോകുന്നത്. പിന്നെ നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെനിക്ക് കുറച്ച് ഐറണിക്കലായിട്ട് തോന്നുന്നു. അതായത് തമ്മിൽ ബന്ധമൊന്നുമില്ല. നിങ്ങൾ പറയുന്ന മൊത്തം ഉൾട്ടയാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പം ചിലർ പറയും പൊസഷൻ നമുക്ക് 50ക്കാളും കുറവാണ്. അതേ നിങ്ങൾ തന്നെ പറയും യുണൈറ്റഡ് വേ എന്ന് പറയുന്നത് കൗണ്ടർ സ്റ്റൈലാണ്. അന്ന് സിറ്റിയുടെ കൂടെയൊക്കെ ജയിച്ചപ്പോൾ ഇത് തന്നെ പറഞ്ഞു വിടുന്നത്. ഈ പൊസഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് തേങ്ങ ഉണ്ടാക്കിയിട്ടുള്ളത്? പൊസഷൻ കളിക്കണമെന്ന് പറഞ്ഞാണ് എറിക് ടെൻ ഹാഗിനെ കൊണ്ടുവന്നത്. എന്തായി എന്നിട്ട്? പ്രത്യേകിച്ച് പൊസഷൻ വെച്ച് കളിക്കാൻ പറ്റിയ കിടിലം പ്ലേയേഴ്സൊന്നും നമുക്കില്ല. നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു കൗണ്ടർ തന്നെയാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ്. നമുക്ക് കുറേ പേസുള്ള ഫ്രണ്ടിലുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം മൈക്കിൾ കാരിക്ക് പൊസഷൻ കുറവ് വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ പേര് പറയുന്നുണ്ട്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിരോധാഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമോറിം എന്ന് പറയുന്ന മാനേജർ, അതും പ്രീമിയർ ലീഗിൻ്റെ പുറത്തുനിന്ന് വരുന്ന ഒരു മാനേജറിനെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ റിസൾട്ട്, അതായത് അയാൾ എത്രത്തോളം നന്നായിട്ട് കളിപ്പിച്ചു എന്ന് പറഞ്ഞാലും എനിക്ക് വലിയ കിടിലം കളിയായിട്ടൊന്നും തോന്നിയിട്ടില്ല അമോറിമിൻ്റെ. ഐ വാസ് ഫെഡ് അപ്പ് വിത്ത് സീയിങ് ഹിസ് ഒരു വിങ് ബാക്കിൽ നിന്ന് മറ്റേ വിങ് ബാക്കിലേക്കുള്ള സൈഡ് വൈസ് പാസസ് എത്രയായിരുന്നു കണ്ടത്. സോ അതൊക്കെ കണ്ടിട്ടും റിസൾട്ടും ഇല്ലായിരുന്നു. നമ്മളെല്ലാം തോറ്റുകൊണ്ടിരിക്കുക. റിസൾട്ടും ഇല്ലാതിരുന്നിട്ട് പോലും യു ക്യാൻ സപ്പോർട്ട് എ മാനേജർ ഹു ഹാസ് പ്രൂവൺ ഇൻ പ്രീമിയർ ലീഗ്. അങ്ങനെ ഒരു മാനേജറിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മിഡിൽസ്ബ്രോയിൽ അയാൾ എന്തോ കാണിച്ചോട്ടെ. അയാൾ ഇവിടെ വന്നിട്ട് ഹി ഹാസ് ഇൻ ലോസ്റ്റ് എന്നല്ല, ഹി വൺ എവറി ഗെയിംസ് അഗെയിൻസ്റ്റ് ദ ബിഗ് ക്ലബ്സ്. അതെന്ന് പറയുന്നത് അയാളുടെ ടാക്ടിക്സ് മാത്രം കൊണ്ടല്ല. ഹീസ് ഗിവിങ് സംതിങ് ഇൻ ടു ദ ഡ്രസ്സിംഗ് റൂം. ഞാൻ അയാളെ തന്നെ ആക്കണമെന്നല്ല പറയുന്നത്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഡിസ്റെസ്പെക്ട് ഈസ് സോ മച്ച് ഓൺ കാരിക്ക്. അതുകൊണ്ടാണ്. അതായത് ഇന്നലെ കസമീറോ എന്ന് പറയുന്ന ഒരു പ്ലെയറിന്, ആ പ്രൊഫൈലുള്ള ഒരു പ്ലെയർ ഇല്ലാതെ നിങ്ങൾ ഏത് ടീമിൻ്റെ കൂടെ കളിച്ചോ യു വിൽ ബി ഔട്ട് റൺ. കാര്യം ഇന്നലെ ഒരു ഡിസ്ട്രോയർ ഇല്ലാതെയാണ് നമ്മൾ കളിക്കുന്നത്. മൗണ്ടിനെ കൊണ്ട് അവിടെ ആവുമോ? ഇല്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ബോധം കാണിക്കുക. ഉടനെ എല്ലാവരും മറ്റേ കാരിക്കിൻ്റെ പ്രശ്നമാണ് മറിച്ചാണ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് ഗീവ് ഹിം സം ക്രെഡിറ്റ്. അതാണ് എനിക്ക് പറയാനുള്ളത്. അമോറിമിനെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ എറിക് ടെൻ ഹാഗിനെ നിങ്ങൾക്ക് പുറത്തുനിന്ന് വരുന്ന ഒരു കോച്ചിനെ നിങ്ങൾ ബാക്ക് ടു ബാക്ക് ബാഡ് റിസൾട്ട്സ് ഉണ്ടായിട്ട് പോലും, അമോറിം എന്നൊക്കെ പറഞ്ഞാൽ വേസ്റ്റ്
യുണൈറ്റഡ് മാനേജർ എന്ന് പറയുന്ന ഒരു കുറേ സ്റ്റാറ്റ്സ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ പോലും വി ഓൾ ക്യാൻ സപ്പോർട്ട് ഹിം. അതേസമയം ബാക്ക് ടു ബാക്ക് വിൻസ് തരുന്ന ഏറ്റവും കുറവ് ലൂസൊക്കെ ഉണ്ടായിരുന്ന ഒരു മാനേജറിനെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഓഫ് സം ട്രോമറ്റൈസ്ഡ് പാസ്റ്റ് ഫ്രം ഒലെ ഗുണർ സോൾഷ്യർ. ഒലെ ഗുണർ സോൾഷ്യറിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഒലെ ഗുണർ സോൾഷ്യർ ഫെയിലായി പോയത് ഇറ്റ് വാസ് ബിക്കോസ് ഹി ഡിൻ ഹാവ് എ പ്രോപ്പർ CDM. ഗ്യാസ് തീർന്ന മാറ്റിച്ച്, അതും വല്ലപ്പോഴും കളിക്കുന്ന മാറ്റിച്ച് മാത്രമായിരുന്നു ടീമിലുണ്ടായിരുന്ന പ്രോപ്പർ CTM. മക്ഫ്രെഡിനെ വെച്ച് അയാൾ കളിപ്പിച്ചാണ് അയാളുടെ സിസ്റ്റം മൂഞ്ചി പോയത്, അല്ലാതെ ഒരു രീതിയിലും അല്ല. സോ ഇറ്റ്സ് ക്ലിയർ ദാറ്റ് കസമീറോ പോലെ ഒരു പ്ലെയർ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ കസമീറോ എന്ന് പറയുന്ന പ്ലെയർ ഒലയുടെ സിസ്റ്റത്തിലുണ്ടായിരുന്നെങ്കിൽ വി വുഡിൻ ഹാവ് ഒലെ സാക്ക് ആവില്ലായിരുന്നു. സോ ഒലയുടെ പാസ്റ്റ് വെച്ച് മാത്രം നിങ്ങൾക്ക് ഇത്ര ഹോണ്ടിങ് ആയിട്ട് കാര്യക്ക് തോന്നുകയാണെങ്കിൽ മൈ ക്വസ്റ്റ്യൻ ഈസ്, ബാക്കി എത്ര പാസ് ഞാൻ വേറെ പറഞ്ഞുതരാം. ഓഫ് യുവർ പൊസിഷൻ ബേസ്ഡ് കളിക്കുന്നവരും 3 ബാക്ക് കളിച്ചവരും പലരും ഉണ്ട്. ഏതർ ഒരു പ്രീമിയർ ലീഗ് പ്രൂവൺ ആയിട്ടുള്ളൊരു മാനേജർ വരിക, അതും ബിഗ് ക്ലബ്ബിൽ കളിപ്പിച്ചിട്ടുള്ള മാനേജർ വരിക. എനിക്കിപ്പോൾ ആ എൻസോ മരസ്കയൊക്കെ ചെൽസിയുടെ അവസ്ഥ കണ്ടിട്ട് എൻസോ മരസ്കയൊക്കെ ബെറ്റർ മാനേജർ എന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ഇപ്പോൾ പ്രീമിയർ ലീഗ് പ്രൂവൺ ആയപ്പോൾ നിങ്ങൾ തോമസ് ഫ്രാങ്കിനെ നോക്കുക. തോമസ് ഫ്രാങ്ക് ആയിരുന്നു നമ്മൾ നോക്കിയിരുന്നത്. തോമസ് ഫ്രാങ്ക് ഇവിടെ ടോട്ടനാമിൽ വന്നിട്ട് എന്തെങ്കിലും ചെയ്തു? ഇല്ല. ഡിസർബീൻ്റെ പേര് പറയുന്നുണ്ട്. ദയവ് ചെയ്ത് നോ. അതിനേക്കാളും ഭേദം അറ്റ്ലീസ്റ്റ് ക്ലബിൻ്റെ ഉള്ളിൽ എന്തൊക്കെ നടക്കുന്നതെന്ന് അറിയുന്ന കുറച്ചെങ്കിലും പരിചയമുള്ള കാര്യക്ക് നിൽക്കുന്നത് തന്നെയാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ആരെയാണ് ഈ പ്രതീക്ഷിച്ചിരിക്കുന്നത്? എലീറ്റ് ആയിട്ടുള്ളൊരു മാനേജർ വരാത്തടത്തോളം ഞാൻ കാര്യക്കിനെ ജോബ് കൊടുക്കുള്ളൂ. ഞാനും ട്രോമറ്റൈസ്ഡ് ആണ്. ചുമ്മാ വെളിയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ജോബ് കൊടുത്ത് വീണ്ടും മടുത്തിരിക്കുന്നതിന് ഞാനും ട്രോമറ്റൈസ്ഡ് ആണ്. ആ രീതിയിൽ നിങ്ങൾ യു കനോട്ട് ജസ്റ്റ് ടേക്ക് ദ കേസ് സ്റ്റഡി ഓഫ് ഒലെ ആൻഡ് ജസ്റ്റ് ബ്ലെയിം ക്യാരി ഓൺ എവറിത്തിങ്. അത് പറ്റില്ല. ഞാൻ അതിനെതിരാണ്. സോ അതൊന്ന് സംസാരിക്കണമെന്നുണ്ട്. ബിക്കോസ് യു ക്യാൻ സപ്പോർട്ട് അമോറിം ആഫ്റ്റർ എ ലോങ് ബാഡ് സ്ട്രീക്ക് ഓഫ് റിസൾട്ട്സ്, ബട്ട് യു കാണ്ട് ഈവൻ ഗീവ് ക്രെഡിറ്റ് ടു കാരിക്. വൈബ്സ് മാത്രമല്ല. സോ അത് ജസ്റ്റ് ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. നിങ്ങളുടെ തോട്ട്സ്, ഐ നോ ഐ വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് സ്റ്റിക്സ് ഓൺ ദിസ്, ബട്ട് നിങ്ങളുടെ തോട്ട്സ് കമൻറ്റ് സെക്ഷനിൽ എഴുതുക. വിൽ ഹാവ് എ ഹെൽത്തി ഡിബേറ്റ് ഓൺ ഇറ്റ്. സോ താങ്ക് യു സോ മച്ച്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയുടെ കമൻറ്റ് സെക്ഷൻ ഞാൻ നോക്കിയില്ല, എനിക്ക് നോക്കാൻ ടൈം കിട്ടിയില്ല. നമ്മൾ ഉടനെ നോക്കുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. നിങ്ങളുടെ തോട്ട്സ് എഴുതുക.